സാധനം പറയുന്നു. പറഞ്ഞോട്ടെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് മലേഷ്യൻ എയർപോർട്ടിലാണ്. പക്ഷെ നമ്മൾ മലേഷ്യ അല്ല കാണാൻ പോകുന്നത്, നമ്മൾ ബാലിയിലേക്കാണ് പോകുന്നത്. ഇവിടെ ലേ ഓവർ ആണ് കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി കോഴിക്കോട് നിന്ന് കയറിയതായിരുന്നു. മോർണിംഗ് ആയപ്പോൾ നമ്മൾ മലേഷ്യയിലെത്തി. ഇപ്പൊ ഒരു ഫ്യൂ അവേഴ്സിൽ നമ്മൾ നേരെ ബാലിയിലേക്ക് പറക്കുന്നതാണ്. അപ്പൊ അർജു പറയൂ, എക്സൈറ്റഡ് ആണോ? ചെറിയൊരു ക്ഷീണമുണ്ട്, ഉറങ്ങാത്തതിന്റെ. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് എൻ്റെ ഈ ബർത്ത്ഡേ വേറൊരു രാജ്യത്തുനിന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ്. ഇന്ന് ഡേറ്റ് 11th ആണ്. 15th എൻ്റെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ ബർത്ത്ഡേ ബാലിയിൽ വെച്ചായിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഹാപ്പി. അർജു, അപ്പൊ നമ്മള് ബാലി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള സീറ്റിനേക്കാളും കൂടുതൽ ഇവിടെ ഞങ്ങൾ കണ്ടത് ഈ മസാജിങ് ചെയേഴ്സ് ആണ്. സോ നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഞങ്ങളൊരു 2.5 മണിക്കൂറായിട്ടുണ്ട്. 2.5 അല്ല, 1.5 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ടാവും മസാജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അയ്യോ, കിടന്നുറങ്ങിയതായിരുന്നു. ഇടയ്ക്കൊന്നും എണീക്കും, ഉറങ്ങും. അച്ഛനതാ നല്ല സുഖമുണ്ട്. ഫോണൊക്കെ ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചതായിരുന്നു. നമ്മൾ ഡിപ്പാച്ചർ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ഇനി ആ ഗേറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാ ഇവിടെയും ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇവിടെ അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നമ്മൾ ലഗേജ്, നമുക്ക് 7 kg ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ലഗേജ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. എനിവേ നമ്മളതൊക്കെ സോർട്ട് ചെയ്തിട്ട് നമ്മൾ നല്ല സുഖസുന്ദരമായിട്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ബാഗൊക്കെ ആയിട്ട് വരുന്നവർക്ക് കുറച്ച് കഷ്ടപ്പാടായിരിക്കും. ഇതിൽ ട്രാൻസിറ്റ്സ് ഒക്കെ നടക്കുന്നൊരു എയർപോർട്ട് കൂടിയാണ് ഈ മലേഷ്യൻ എയർപോർട്ട്, കോലാലംപൂർ എയർപോർട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റെസ്റ്റ് ഏരിയാസൊക്കെ കുറേ കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. ചാർജറും കാര്യങ്ങളൊക്കെ, പ്ലഗും അവിടെയുണ്ട്. ഹായ് അർജു. ഫൈനലി നമ്മളങ്ങനെ ബാലിയിൽ റീച്ച് ആയിട്ടുണ്ട് ഗായ്സ്. ഓ മൈ ഗോഡ്, എത്ര മണിക്കൂറിൻ്റെ ഒരു യാത്രയാണെന്നറിയോ. ബാലിയിലെ ഇന്ത്യൻസിന് വിസ ഓൺ അറൈവലാണ്. $33 കൊടുത്താൽ നമുക്ക് വിസ കിട്ടും. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ട 2 ഫോം ഉണ്ട്. ഹെൽത്ത് ഡിക്ലറേഷനും അതുപോലെ തന്നെ കസ്റ്റം ഡിക്ലറേഷനും. ഈ ഫോമൊക്കെ ഇവിടെ റീച്ച് ആയതിനു ശേഷം നമുക്ക് ഫില്ല് ചെയ്യാം. കുറച്ച് ടൈം പോവും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ വിസ പ്രോസസ്സൊക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ട് നമ്മൾ ഡോളർ എക്സ്ചേഞ്ച് കൊണ്ടുവന്നിരുന്നു. പക്ഷെ നമ്മളിവിടെ പേയ്മെന്റ് ചെയ്തത് കാർഡ് വഴിയാണ്. എമിഗ്രേഷൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് എക്സ്ചേഞ്ചിന് ജസ്റ്റ് ഒരു $50 എക്സ്ചേഞ്ച് ആക്കി നമുക്ക് ട്രാവലൊക്കെ ഇല്ലേ, ഇനി ടാക്സിയിലൊക്കെ പോകുന്നത് കൊണ്ട് നമ്മൾ സിം കാർഡ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചൂസ് ചെയ്തത് ഈ 100 GB 250K എന്നുള്ള പ്രൈസാണ്. നമ്മൾ ഗ്രാബിലൂടെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അതിനായിട്ട് പോവാണ്. നേരെ ഹോട്ടലിലേക്ക് പോവും. നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. സനൂർ പോർട്ടിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ സ്റ്റേ ആക്കുന്നത്. നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ ലഗേജ് ഒക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങണം. നാളെ രാവിലെ എഴുന്നേക്കാനുള്ളതാണ്. നാളെ നമ്മൾ നുസ പെനീഡ ഐലൻഡിലേക്ക് പോവുകയാണ്. അപ്പം സനൂർ പോർട്ടിൽ നിന്നാണ് നമ്മൾ നുസ പെനീഡയിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ അതിനടുത്തായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് കഫേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഏതിൽ കയറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണിത്. അങ്ങനെ റൂം ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ബാഗ്സ് ഒക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഗ്രാബിലൂടെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ
അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സനൂർ പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. അവിടുന്ന് നമ്മൾ നേരെ നുസ പെനീഡയിലേക്ക് പോകുന്നതായിരിക്കും. 12 Asia എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് നുസ പെനീഡയിലേക്കുള്ള സ്പീഡ് ബോട്ടിൻ്റെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരുപാട് ഏജൻസീസ് ഉണ്ടാവും സ്പീഡ് ബോട്ടിൻ്റെ. നമ്മൾ വണ്ടർലിസ്റ്റ് എന്നുള്ളതായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെക്ക് ഇൻ ചെയ്ത് അവർ നമുക്കൊരു ടാഗൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇവിടുന്ന് നുസ പെനീഡയിലേക്ക് ഒരു 40-45 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് നമുക്ക് അവിടെ കാണാനായിട്ടുണ്ട്. ഇതാണ് ഗൈസ് സനൂർ പോർട്ട് എൻട്രൻസ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ ആയിരിക്കും നമ്മൾ ബോട്ടിൽ കയറാൻ പോകുന്നുണ്ടാവുക. നല്ല തിരക്കാണ് ഗൈസ്, നല്ല തിരക്കാണ്. ഇങ്ങനെ ബാർകോഡ് ഉണ്ടായിരിക്കണം. ഇത് സ്കാൻ ചെയ്താലാണ് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുക. അവിടെ സ്റ്റാഫ് ഉണ്ടാവും. സ്കാൻ ചെയ്ത് ഞാൻ ഉള്ളിലേക്ക് കടന്നു. അർജുത വരുന്നു. അവിടെ ഒരു സ്കാനിങ് കഴിഞ്ഞാൽ വേറെയും ഉണ്ട്. നമ്മളെ ടിക്കറ്റ്സ് അവർ സ്കാൻ ചെയ്യും. ഗൈസ്, അങ്ങനെ നമ്മൾ ഇതാ നുസ പെനീഡ ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എങ്ങനെ പോകണം, എന്താക്കണം ഒന്നും ഒരു ഐഡിയ ഇല്ല. നമുക്കെന്തായാലും നോക്കാം. നമ്മൾ പോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ ബൈക്ക് റെന്റൽ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇവർ പറയുന്നത് 1 lakh ആണ്. 1 lakh പല റേറ്റിനുണ്ട്. അത് 2 lakh ആണ് വരുന്നത്. പെർ ഡേ ആണ് കേട്ടോ. അത് 5 PM അതോ എന്റെ മോനെ ഇത് ഫുള്ള് കണ്ടോ? ഇത് ഫുള്ള് ആക്സിഡന്റ് ആയിക്ക് കണ്ടോ? ഇതെനിക്കൊന്ന് വെയിറ്റ് ഉള്ളത്. ഇത് നമ്മൾ കുന്നിന്റെ മുകളിലാ കയറേണ്ടത്. കുന്നിന്റെ മുകളിലല്ല കയറേണ്ടത്. എനിക്കിത്ര പൊർത്താമിന സ്റ്റേഷനിൽ നമുക്ക് പെട്രോൾ അടിക്കാം. അർജന്റീന ലൈസൻസ് കാണിച്ചേ. നമ്മൾ നാട്ടിൽ നിന്ന് ഇന്റർനാഷണൽ ലൈസൻസ് ഒക്കെ എടുത്തിട്ടാണ് വന്നത്. സോ ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ സീനായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ ലൈസൻസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടെ എത്തിയിട്ടുണ്ട്. ദ ഓറ പെനീഡ ഹിൽസ് വില്ല ആൻഡ് റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. അർജു, എനിക്ക് വിശക്കുന്നു. സോ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇനി റൂമിലേക്ക് പോവാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കോട്ടേജസ് ആണ് ഇവിടെ വരുന്നത്. വാവ്, നല്ല ഭംഗിയില്ലേ? അപ്പം നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോട്ടേജിലാണ്. ഇവിടെ AC ഒക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ നാട്ടിലത്ര ചൂടുണ്ടോയെന്ന് അറിയില്ല. ഗൈസ്, എൻ്റെ കോലം നോക്കൂ. അയ്യോ, ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്നു. എനിവേ ബൈക്കിലുള്ള ആ റൈഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് സന്തോഷമായത്. ഇല്ല അർജു? സോ ക്യൂക്ക് റൂം ടൂർ കാണിച്ചു തരാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ്റൂം ചെക്ക് ചെയ്യാം. ഇതല്ലേ അർജു വാഷ്റൂം? നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂം തന്നെയാണ്. നമ്മളപ്പം കുറച്ച് കഫേസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കൽ സ്പോട്ടിലേക്കൊക്കെ പോകുന്നതാണ് മെയിനായിട്ട്. അത് തന്നെയാണ്. വ്യൂ പോയിന്റ്സ് ഒക്കെയാണ്. എന്ത് വലിയ ഹെൽമെറ്റ് വലുതാണോ അർജു? എനിക്ക് വലുതാല്ലേ? അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഏഞ്ചൽസ് ബിൽബോൺ ബ്രോക്കൺ ബീച്ചിലേക്കാണ്. വ്യൂ ഗംഭീര വ്യൂ ആണ് ഗായ്സ്. നമ്മൾ റെസ്റ്റോറൻറ്റ് നോക്കി വന്ന് എവിടെയാണ് ഉള്ളത്. ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഗംഭീര വ്യൂ ആണ് ഗായ്സ്. ഓ മൈ ഗോഡ്, എന്ത് ഭംഗിയാണെന്നറിയാം.
ഞങ്ങളിവിടെ ഉള്ളൊരു കഫേയിൽ നിന്ന് ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. ഞാൻ ഐസ്ഡ് ലാറ്റ് പറഞ്ഞു, അർജു വാട്ടർമെലൺ ജ്യൂസ്. വ്യൂ എന്ന് പറയുന്നത് ഗംഭീര വ്യൂ ആട്ടോ. അപ്പം നമ്മൾ ഈ വ്യൂ പോയിന്റിൽ വന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ ഒരുപാട് പേരുണ്ട്. ഇനി അർജു ബേബി പോയിട്ട് ഫോട്ടോ എടുത്തേ. ഗൈസ്, ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ബ്രോക്കൺ ബീച്ചിൽ വന്നിരിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ. വെള്ളത്തിൻ്റെ കളറ് നോക്ക്. ഓ, എന്ത് ഭംഗിയാണെന്നറിയോ. നമ്മൾ തിരിച്ചിനി റൂമിലേക്ക് പോവാണ്. ബ്രോക്കൺ ബീച്ച് ഗംഭീര അടിപൊളി, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ കുറച്ച് ഓഫ് റോഡൊക്കെയാണ്. ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് ക്യാരി ചെയ്യേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീന്. ഞാനിതാ 5 സൺസ്ക്രീൻ എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ലഗേജ് ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് നമ്മൾ ഫൈനൊക്കെ അടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. കാരണം 7 kg ഉണ്ടായിരുന്നുള്ളൂ. ആ 7 kgയിലും ഞാൻ ഇങ്ങനെ കുറേ സൺസ്ക്രീനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സൺ എക്സ്പോഷർ നല്ലോണം ഉണ്ടാവുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഫുൾ പുറത്തൊക്കെ അയക്കുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 5 സൺസ്ക്രീൻ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻസ് ആണ്. മാമാത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ സൺസ്ക്രീൻ, ഡോക്ടർ ഷെറ്റ്സിൻ്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് സൺസ്ക്രീൻ, ലാക്മേയുടെ 9 to 5 സൺ എക്സ്പേർട്ട് ഡ്രൈ മാറ്റ് സൺസ്ക്രീൻ, പിന്നെ അക്കോളജിക്കയുടെ റേഡിയൻസ് ഡ്യൂയി സൺസ്ക്രീൻ, പിന്നെ ദ ഡെമക്കോ 1% സൺസ്ക്രീൻ അക്വാ ജെൽ. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഞാൻ എന്തായാലും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളിപ്പം എവിടെയെങ്കിലും പോവുകയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് സൺസ്ക്രീന്. അപ്പം എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. നമ്മൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ്. പോവാം. നമ്മൾ അടുത്തത് പോകുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ട്രീ ഹൗസിലേക്കാണ്. കുറേ ദൂരമുണ്ട്. അങ്ങനെ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ്. ഒരു കുറച്ചധികം നമ്മൾ അവിടുന്ന് വരാനുണ്ടായിരുന്നു. 30 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുണ്ടായിരുന്നു. സോ നമ്മൾ റൂം പോകാൻ ട്രീ ഹൗസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ പൈസ കൊടുക്കണം. ഇവിടെ എല്ലാത്തിനും പൈസയാണ് ഗൈസ്. എനിവേ, നമുക്ക് നല്ല ലൊക്കേഷൻസൊക്കെ കാണാമല്ലോ. So beautiful guys, so beautiful. Oh my god guys, അപ്പം നമ്മളിതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്തേക്ക് പോവുക. പക്ഷെ ഭയങ്കര അടിപൊളി വ്യൂ ആണ്. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നടന്നു പോവാണ്. പക്ഷെ കുറച്ചൊരു വഴിയൊക്കെ കുറച്ച് ടാസ്ക് ആട്ടോ. കുടിക്കണോ ഗായ്സ്? എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതിലും ഒരു 1000 ഇരട്ടി ഭംഗിയാണ് ഇത് നേരിട്ട് കാണാനായിട്ട്. ഓ വാവ്. ഇതാണ് നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ട ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആ ട്രീ ഹൗസ്. ഫോട്ടോ എടുക്കാൻ നമ്മളിവിടെ വേറെയും എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയായതുകൊണ്ട് എനിക്ക് പേടിച്ച് ഞാനിങ്ങനെ വിറയ്ക്കുക. സീനാണ് ഗൈസ്. അതാണ് നമ്മളെ ട്രീ ഹൗസ്. ഇവിടുന്ന് കുറച്ചുകൂടെ മേലെ കയറിയാണല്ലേ. ഓ, എനിക്ക് പറയാൻ വാക്കുകളില്ല. പേടിച്ച് വിറച്ചു പോയി ഞാൻ ഈ ട്രീ ഹൗസ് കയറാൻ. അപ്പോൾ ട്രീ ഹൗസൊക്കെ വിസിറ്റ് ചെയ്ത് അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിങ്ങ് പോവാണ്. പോകുന്ന വഴിക്ക് ഒരു കഫേയിൽ സ്റ്റോപ്പ് ചെയ്താണ്. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനാണെങ്കിൽ ചൂടെടുത്ത് എനിക്കൊരു ഭ്രാന്തമായൊരവസ്ഥയാണ്. പിന്നെ നമുക്ക് കുറേ നടക്കാനുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം എത്രമാത്രം ഞാൻ ഓഡിയബിൾ ആയിരിക്കും എന്നറിയില്ല. എനിവേ, ഞാൻ റൂമിലെത്തിയിട്ട് ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ നമ്മളിപ്പം വിസിറ്റ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? ഡയമണ്ട് ബീച്ച്, പിന്നെ മറ്റേ ആ ഫോട്ടോ എടുക്കുന്ന സ്പേസ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പം നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ വ്യൂ ഒക്കെ അടിപൊളി വ്യൂ ആണ്. അപ്പം അത്രേ പറയാനുള്ളൂ. പിന്നെ എല്ലായിടത്തിലേക്കും കയറുമ്പോൾ നമുക്കൊരു എൻട്രി ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം
ആ ഒരു 3 എൻട്രി ഫീസൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു ഫീസ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ ക്യാഷ് എന്തായാലും ക്യാരി ചെയ്തിരിക്കണം. കാർഡ് എന്തായാലും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം ഇവിടുത്തെ ക്യാഷ് തന്നെയാണ് അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ ഇനഫ് ക്യാഷ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം. ഈ ഐലൻഡിലാണ് കൂടുതൽ ഒരു ഇഷ്യൂ ഉള്ളത്. ബാക്കി എല്ലായിടത്തിലും നമ്മൾ കാർഡ്സും കാര്യങ്ങളും പിന്നെ കഫേയിലൊക്കെ കാർഡൊക്കെ അക്സെപ്റ്റ് ചെയ്യും. ഈ എൻട്രി ഫീസിന്റെ ഇതാണ് സീന്. അപ്പൊ നമ്മള് ക്യാഷ് ക്യാരി ചെയ്യാം. 28 കിലോമീറ്റർ ബൈക്കിൽ. അപ്പൊ ഞങ്ങള് പോട്ടെ ഗൈസ്, ഇനി റൂം എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പൊ നമ്മള് റൂമിലെത്തി, ജസ്റ്റ് ഫ്രഷായി, എനിക്ക് കിടന്നുറങ്ങാൻ പോവാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം.